Okay children, welcome to Kids Area Online. Class 4 Mathematics. ഗണിതം എക്സാം ആയിരുന്നു. ഈസി ആയിരുന്നോ? ഓക്കെ, ചിലർക്കൊക്കെ ഈസി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്, ചിലർക്ക് കുറച്ച് ടഫ് ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒക്കെ നോക്കിയാലോ? നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേമിന്റെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 തിങ്കളാണ്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ട്യൂഷൻ നൽകുന്നത്. മൺഡേ ടു ഫ്രൈഡേ ലൈവ് ക്ലാസ്സസ്, എല്ലാ ദിവസവും വൈകിട്ട് 1 അവർ ലൈവ് ക്ലാസ് ഉണ്ട്. അതുപോലെ ഇംഗ്ലീഷും മലയാളവും വായിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒത്തിരി കുട്ടികളുണ്ട്, അവർക്കായിട്ടുള്ള ക്ലാസ്സസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ബാച്ച് മെയ് വെക്കേഷനിൽ ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യും. മാർച്ചിലാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഏത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ആക്ടിവിറ്റി 1, ഒന്നാമത്തെ ആക്ടിവിറ്റി. മലയാളം ടീച്ചർ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോവാട്ടോ. മലയാളം മീഡിയം കുട്ടികൾ ഉണ്ടെങ്കിൽ മലയാളം ഇതിൽ കൂടെ പറഞ്ഞു പോകാം. സ്റ്റേറ്റ് സ്പോർട്സ് ഫെസ്റ്റ്. The time taken to complete 3000 meter race by 4 students in State Sports Fest 2025 is given below. അതായത് 2025 സംസ്ഥാന കായികമേള, അതിൽ 4 പേർ 3000 മീറ്റർ ഓട്ടത്തിനെടുത്ത സമയം. 4 പേരാണ് 3000 മീറ്റർ റേസിന് പങ്കെടുത്തത്. അവർ 3000 മീറ്റർ ഓടാൻ എടുത്ത സമയമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഷാരോൺ രാജു 9 minutes 27 seconds. Mohammad Meshir 9 minutes 15 seconds. Meromal Shaji 9 minutes 28 seconds. Jagannathan 9 minutes 13 seconds. Who won the race? ഇതിൽ ജയിച്ചത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ജയിച്ചത് ആരാണ്? മത്സരത്തിൽ വിജയിച്ചത് ആരാ? ആരാ വിജയിച്ചേ? ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഓടിയെത്തിയവരാണ് വിജയിക്കുക, ആണല്ലോ. ആദ്യം എത്തുന്നത്, കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തുന്നവരായിരിക്കും ആദ്യം എത്തുന്നത്. ഇതിൽ ആരാ എത്തിയേ? 9 minutes 13 seconds കൊണ്ട് ആരെത്തി? ജഗന്നാഥൻ എത്തി. അപ്പോൾ ഏറ്റവും വേഗത്തിൽ ഓടിയെത്തുന്നവരാണ് ജയിക്കുന്നുണ്ടാവുക. ഉത്തരം ജഗന്നാഥൻ. ജഗന്നാഥനാണ് ഉത്തരം. രണ്ടാമത്തെ ബി ചോദ്യം. The 3000 meter final was on Thursday 23rd October 2025. Write the dates of the Thursdays that comes just before and after it. ഇവിടെ പറയുന്നത് 3000 മീറ്റർ ഫൈനൽ മത്സരം 2025 ഒക്ടോബർ 23 വ്യാഴാഴ്ചയായിരുന്നു. 2025 ഒക്ടോബർ 23 വ്യാഴാഴ്ചയായിരുന്നു 3000 മീറ്ററിന്റെ ഫൈനൽ നടന്നത്. അതിന് തൊട്ട് മുമ്പും അതിനുശേഷവും ആ വ്യാഴാഴ്ച ഒക്ടോബർ 23 വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് വരുന്ന വ്യാഴാഴ്ച ഏതാണ്? ഒക്ടോബർ 23 വ്യാഴാഴ്ചയ്ക്ക് ശേഷം വരുന്ന വ്യാഴാഴ്ച ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരിക 23rd മുമ്പ് 16 ആണ് വരിക. വീണ്ടും 23യോട് 7 കൂട്ടുമ്പോൾ 30 ആണ്. ഓക്കെ, ഇവിടുന്ന് 7 കുറച്ചാൽ മതി, ഇവിടുന്ന് 7 കൂട്ടിയാൽ മതി. ഇതായിരുന്നു ബി ക്വസ്റ്റ്യന്റെ ഉത്തരം. കാരണം ഒരാഴ്ചയിൽ 7 ദിവസങ്ങളാണല്ലോ. അപ്പോൾ 7 ദിവസം കുറയ്ക്കുക, ബാക്കിലോട്ട് 7 ദിവസം കൂട്ടുക, അങ്ങനെയാണ് ഉത്തരം കിട്ടുക. സി ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ ടൈം 3:45 ഓൺ ദ ക്ലോക്ക്. 3:45 നമ്മൾ വരയ്ക്കുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാ. വലിയ സൂചി എന്തായിരിക്കും? വലിയ സൂചി 3-ലായിരിക്കും. ചെറിയ സൂചി എവിടെയായിരിക്കും വരിക? ചെറിയ സൂചി 45-ല്. 45 എവിടെയാണ്? ഇവിടെയാണ് 45 വരിക. ഇത് കുറച്ച് നീളം കൂടുതലായിരിക്കും, 9-ൽ ടച്ച് ചെയ്യത്തില്ല. ഓക്കെ, ഇങ്ങനെയാണ് വരയ്ക്കാനുള്ളത്. എങ്ങനെയാണെന്ന് അറിയാലോ. 5, 10, 15, 20, 25, 30,
35, 40, 45. Okay. D question. Put a tick mark on the time 4:45, 15 seconds on the given clock. ഇതിൽ 4 hours 45 minutes 15 seconds വരുന്ന ക്ലോക്ക് ഏതാണെന്ന് അടയാളപ്പെടുത്തുക. ഏതായിരിക്കും ശരിയായിട്ടുള്ള ക്ലോക്ക് ഏതാണ്? ഇവിടെ നോക്കിയേ, ഇതിൽ 4 hours 45 minutes 15 seconds. 15 എന്ന് പറയുന്നത് 3ലാണ് വരിക, 15 seconds. അപ്പോൾ സെക്കൻഡ്സ് 15ൽ വരുന്നത് ബി ക്ലോക്കിനാണ്. ശരി ഉത്തരം ഏതാണ്? ബി ആണ് ശരി ഉത്തരം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ആൻസർ എനി വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ 2A or 2B. 2A എഴുതാം അല്ലെങ്കിൽ 2B എഴുതാം. ഓക്കെ, അതില് the Sanchayga deposit collected from the class of Neelamala LP school is given below. നീലമല എൽ പി സ്കൂളിലെ 4ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയ സഞ്ചയിക നിക്ഷേപം, സഞ്ചയിക ഡെപ്പോസിറ്റിന്റെ ലിസ്റ്റാണ് താഴെ തന്നിരിക്കുന്നത്. 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്. 1ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയ തുക എമൗണ്ട് എന്ന് പറയുന്നത് 2150, 2150. 2ാം ക്ലാസ്സിൽ നിന്ന് 4245, 4245. 3ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയത് 3200, 3200 രൂപ. 4ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയത് 4238, 4238 രൂപ. ഏറ്റവും കൂടുതൽ തുക കിട്ടിയ ക്ലാസ് ഏതാണ്? ഏറ്റവും കൂടുതൽ തുക കിട്ടിയ ക്ലാസ് ഏതാണ്? ഇവിടെ 4238 ആണ്, ഇവിടെ 4245. അപ്പൊ ഏത് ക്ലാസ് ആണ് ഏറ്റവും കൂടുതൽ തുക കിട്ടിയത്? ക്ലാസ് 2. ആൻസർ ക്ലാസ് 2. എ ക്വസ്റ്റ്യന്റെ ആൻസർ ക്ലാസ് 2. ബി ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. അറേഞ്ച് ദ എമൗണ്ട് ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലോട്ട് അറേഞ്ച് ചെയ്യാം. അത് വളരെ എളുപ്പമാണ്, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. 4245, 4238, നെക്സ്റ്റ് 3200, നെക്സ്റ്റ് 2150. Okay. See question. What is the total amount collected from the classes 1 and 2? ക്ലാസ്സസ് 1നും 2നും കൂടി എത്ര രൂപയാണ് ടോട്ടൽ കളക്ട് ചെയ്തത്? 1ാം ക്ലാസ്സിന് എത്ര രൂപയായിരുന്നു? 2150, 2150. 1ാം ക്ലാസ്സിന് 2150, 2ാം ക്ലാസ്സിന് എത്ര രൂപയായിരുന്നു? 4245. ടോട്ടൽ എത്രയാ കിട്ടുക? 6395. ഓക്കെ, ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് മോർ ഈസ് ദ എമൗണ്ട് ഗോട്ട് ഫ്രം ക്ലാസ് 4 ദാൻ ദ എമൗണ്ട് ഗോട്ട് ഫ്രം ക്ലാസ് 3? ക്ലാസ് 3 ഉണ്ടല്ലോ, 3ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയ തുകയേക്കാൾ എത്ര കൂടുതൽ 4ാം ക്ലാസ്സിൽ കിട്ടി? 3ാം ക്ലാസ്സിന് എത്ര തുക കിട്ടി, അതിൽ നിന്ന് എത്ര കൂടുതലാണ് 4ാം ക്ലാസ്സിന് കിട്ടിയത്? എങ്ങനെ കണ്ടെത്താം? നമുക്ക് 4ാം ക്ലാസ്സിന് കിട്ടിയ തുക എത്രയാണെന്ന് എഴുതുക. 4ാം ക്ലാസ്സിന് കിട്ടിയത് എത്രയായിരുന്നു? 4238 മൈനസ് 3ാം ക്ലാസ്സിന് കിട്ടിയ തുക എത്രയായിരുന്നു? 3200. ബാക്കി എത്രയാ? 1038 ആണ് ആൻസർ. ഓക്കെ, put a tick mark on the right pattern given below. ഇവിടെ കുറച്ച് പാറ്റേൺ നൽകിയിട്ടുണ്ട്, അതിൽ ചുവടെ ശരിയായ പാറ്റേണിന് ടിക്ക് മാർക്ക് കൊടുക്കാനാണ് പറയുന്നത്. ഏതാണ് ശരി ഉത്തരം? ഇവിടെ 2655, 2756, 28, ഇവിടെ 26, 27, 28, 29. ഇവിടെ 55, 56, 57, 58. ശരിയായിട്ട് പോകുന്നത് ഇതാണ്. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് 2B ആണ്. 2A അല്ലെങ്കിൽ 2B എഴുതിയാൽ മതി. 2B എന്താണെന്ന് നോക്കാം. നന്മ ക്ലബ് സ്റ്റാർട്ടഡ് എ തട്ടുകട ടു റൈസ് ഫണ്ട്സ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ പ്ലേ ഗ്രൗണ്ട്. ദ എമൗണ്ട് കളക്റ്റഡ് ഫ്രം ദ ഷോപ്പ് ഈച്ച് ഡേ ഈസ് ഗിവൺ ബിലോ. മൈതാന നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, പ്ലേ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട്, മൈതാനം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പണം ശേഖരിക്കാൻ നന്മ ക്ലബ്ബ് തട്ടുകട തുടങ്ങി. കടയിൽ നിന്നും ഓരോ ദിവസം കിട്ടിയ തുകയാണ് താഴെ തന്നിരിക്കുന്നത്. തട്ടുകടയിൽ ഓരോ ദിവസം അവർക്ക് കിട്ടിയ വരുമാനമാണ് താഴെ തന്നിരിക്കുന്നത്. മൺഡേ 7985,
Tuesday 7,455, Wednesday 8,494, Thursday 8,980, Friday 8,593. Which day get the highest amount? Highest amount കിട്ടിയ ദിവസം ഏതാണ്? അത് നമുക്ക് ആദ്യമേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഏതാണ്? Thursday, വ്യാഴം. Thursday, വ്യാഴമാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടിയത്. Arrange the amount from the smallest to the largest. സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലോട്ട് എഴുതുക. സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലോട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് വരിക ഏറ്റവും കുറഞ്ഞത് 7,455, 7,455, 7,985, 8,494, 8,593, 8,980. ഇങ്ങനെയാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. See question. Show the amount collected on Friday in abacus by drawing beads. വെള്ളിയാഴ്ച കിട്ടിയ തുക. വെള്ളിയാഴ്ച കിട്ടിയത് എത്രയായിരുന്നു? 8,593. ഇതിനെ അബാക്കസിൽ വരച്ച് കാണിക്കുക. വൺസിന്റെ സ്ഥലത്ത് എത്രയാണ്? 3. അപ്പോൾ ഇവിടെ മൂന്ന് ബീഡ്സ് വരയ്ക്കുക. ടെൻസിന്റെ സ്ഥലത്ത് എത്രയാണ്? 9. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9. നെക്സ്റ്റ് ഹൺഡ്രഡ്സിന്റെ സ്ഥലത്ത് എത്രയാണ്? 5. 1, 2, 3, 4, 5. തൗസൻഡിന്റെ സ്ഥലത്ത് 8. 1, 2, 3, 4, 5, 6, 7, 8. ഇതെല്ലാം വരയ്ക്കുമ്പോൾ ഒരേ ലെവലിൽ വരണം കേട്ടോ. ടീച്ചർ ഇപ്പോൾ പറഞ്ഞപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുത്തിന്റെ സ്ഥാനം മാറിപ്പോയി. ഇതെല്ലാം കറക്റ്റ് ലെവൽ ഇങ്ങനെ വരണം. 1 ഇങ്ങനെ, 2 ഇങ്ങനെ, 3 ഇങ്ങനെ, അതുപോലെ. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഡി ക്വസ്റ്റ്യൻ. What changes should be made in the abacus to change the amount collected on Friday to the amount collected on Wednesday? Put a tick mark on the right option given below. എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച കിട്ടിയ ഈ തുക ബുധനാഴ്ച കിട്ടിയ തുകയാകാൻ വേണ്ടിയിട്ട്, വെള്ളിയാഴ്ച കിട്ടിയ തുക എന്ന് പറയുന്നത് ബുധനാഴ്ച കിട്ടിയ തുകയാകാൻ, വെനസ്ഡേ കിട്ടിയ തുകയാണ്. വെനസ്ഡേ കിട്ടിയത് 8,494 ആണ്. അപ്പോൾ ഇത് ഫ്രൈഡേ കിട്ടിയത്, ഇത് വെനസ്ഡേ കിട്ടിയത്. വെള്ളിയാഴ്ച കിട്ടിയ തുക ബുധനാഴ്ച കിട്ടിയ തുകയാകാൻ വേണ്ടി അബാക്കസിൽ എന്ത് മാറ്റം വരുത്തണം എന്നാണ് ചോദിക്കുന്നത്. അബാക്കസിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? Take a bead from the 100 place. 100 place നിന്ന് ഇതാണ് 100 place. ഒരെണ്ണം എന്ത് ചെയ്യണം? എടുത്ത് മാറ്റണം. Take a bead from the 100th place and put it in the ones place. അതിനടുത്ത് എവിടെ കൊടുക്കണം? ones place കൊടുക്കുമ്പോൾ ഇവിടെ 4 ആകും, ഇവിടെ 4 ആകും, ഇവിടെയും 4 ആകും. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഇതാണ്. അതായത് 100ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് 1ന്റെ സ്ഥാനത്ത് ഇടുക. ഓക്കെ, 100ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുക്കുമ്പോൾ 5 എന്തായി? 4 ആയി. ആ മുത്തെടുത്ത് 1ന്റെ സ്ഥാനത്ത് ഇടുമ്പോൾ 3 എന്താകും? 4 ആകും. അപ്പോൾ ഫ്രൈഡേയുടെ തുക എന്തായിട്ട് മാറും? വെനസ്ഡേയുടെ തുകയായിട്ട് മാറും. ഇങ്ങനെയാണ് ആൻസർ വരിക. മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. മൂന്നാമത്തെ ആക്ടിവിറ്റി വരുന്നത് സേവിങ്സ്, സമ്പാദ്യം. ലുക്ക് അറ്റ് ദ എമൗണ്ട് വിത്ഡ്രോൺ ഫ്രം നിഷാസ് സേവിങ്സ്. നിഷയുടെ സേവിങ്സിൽ നിന്ന്, സമ്പാദ്യത്തിൽ നിന്ന് പിൻവലിച്ച തുകയാണ് ഇത്. ഡെപ്പോസിറ്റഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇട്ടത്, നിക്ഷേപിച്ചത്. വിത്ഡ്രോൺ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പിൻവലിച്ചത്, അതിൽ നിന്ന് എടുത്തത്. ഓക്കെ, 22-ാം തീയതി എത്ര എമൗണ്ട് ആയിട്ടെ? 9,980 റുപ്പീസ് ഇട്ടു. അപ്പോൾ 9,980 റുപ്പീസ് ബാങ്കിലായി. വിത്ഡ്രോൺ, അതിൽ നിന്ന് 8-ാം തീയതി 4,000 റുപ്പീസ് പിൻവലിച്ചു, എടുത്തു. എന്നാൽ ഹൗ മച്ച് ഈസ് ലെഫ്റ്റ് ഇൻ നിഷാസ് സേവിങ്സ്? വളരെ എളുപ്പമാണ്. ബാങ്കിൽ ഉണ്ടായിരുന്നത് 9,000, കാരണം ബാലൻസ് ചെയ്യുന്നതാണ് കുറയ്ക്കേണ്ടത് കേട്ടോ. 9,980, അതിൽ നിന്ന് 4,000 പിൻവലിച്ചു. ബാക്കി എത്രയാ വരിക? 5,980, 5,980 രൂപയാണ് ബാക്കി വരിക. ഓക്കെ, അടുത്തത് നോക്കാം. ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 4000 റുപ്പീസ്? ഇതിൽ 4000 റുപ്പീസിന് 4000 രൂപയ്ക്ക് തുല്യമായത് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? 4000 രൂപയ്ക്ക് തുല്യമായത് എന്താണ്? സി ആണ്, ഓപ്ഷൻ സി. 6500. 6500 എന്ന് പറയുമ്പോൾ എത്രയാ? 3000. 5200 എന്ന് പറയുമ്പോൾ എത്രയാ? 1000. ടോട്ടൽ 4000. ഓക്കെ, അപ്പോൾ സി ആണ് ശരി ഉത്തരം. സി എന്ന് പറയുന്നത് 6500ഉം 5200. And C question, Nisha went to a textile shop with the money she had withdrawn. പിൻവലിച്ച 4000 രൂപയുമായിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി, തുണിക്കടയിൽ പോയി. ലുക്ക് അറ്റ് ദ പ്രൈസ് ആൻഡ് ഐറ്റംസ്. വാങ്ങിയ ഐറ്റംസും അതിന്റെ പ്രൈസും. ടീഷർട്ട് 360 രൂപ, ജീൻസ് 1150 1150 രൂപ, ഫ്രോക്ക് 795 795 രൂപ. ഹൗ മച്ച് ഡിഡ് ഷീ സ്പെൻഡ് ടു ബൈ ഓൾ ദി തിങ്സ്? എല്ലാം കൂടി, ഈ സാധനങ്ങൾ എല്ലാം കൂടി വാങ്ങാൻ നിഷയ്ക്ക് എത്ര രൂപ ചെലവായി എന്നാണ് ചോദിക്കുന്നത്. മൂന്നും കൂടി എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. കൂട്ടുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുക? ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ 5032. 2000 ഇവിടെ കൂട്ടുമ്പോൾ 5, ഇത് കൂട്ടുമ്പോൾ 22. ഓക്കെ, 2305. 2305 ആണ് ആൻസർ വരിക. ഡി ക്വസ്റ്റ്യൻ, when Nisha bought a bag along with these items, the total amount came up to 2900 rupees. How much is left with her? ഒരു ബാഗ് കൂടി വാങ്ങിയപ്പോൾ ബാലൻസ് നിഷയുടെ കയ്യിൽ 2900 രൂപയായി. അപ്പോൾ ഇനി പിൻവലിച്ചതിൽ ബാക്കി എത്ര രൂപയുണ്ട്? ഒരു ബാഗ് കൂടി, 2305 രൂപ ഉണ്ട്, സാധനങ്ങൾ വാങ്ങി. ഒരു ബാഗ് കൂടി വാങ്ങിയപ്പോൾ 2900 രൂപയ്ക്ക് സാധനം വാങ്ങി. ഇനി എത്ര ബാലൻസ് ഉണ്ട്? ഓക്കെ, അപ്പോൾ ടോട്ടൽ ബാഗ് കൂടി ഉൾപ്പെട്ടപ്പോൾ 2900 രൂപയായി. ഇനി എത്ര രൂപ ബാക്കിയുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ 2900 ടോട്ടൽ 4000 മൈനസ് 2900 ബാലൻസ് 1100. 1100 ആണ് ആൻസർ. 1100. കംപ്ലീറ്റ് ദ പാറ്റേൺ. 7690 7580 7470 7360 ആണ് ആൻസർ. 7360 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 4 കലണ്ടർ മാത്ത്. കലണ്ടർ കണക്കാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ഒന്നും കൊടുത്തിട്ടുണ്ട്. വിച്ച് ഈസ് ദ ഡേറ്റ് ഓഫ് ദ ഫസ്റ്റ് വെനസ്ഡേ ഇൻ ഒക്ടോബർ? ഒക്ടോബറിലെ ആദ്യത്തെ ബുധനാഴ്ച ഏത് തീയതി എന്നാണ് ചോദിക്കുന്നത്. ഒക്ടോബറിലെ ബുധനാഴ്ച, ഒക്ടോബർ ആദ്യത്തെ ബുധനാഴ്ച ഏത് തീയതി എന്നാണ് ചോദിക്കുന്നത്. ഒക്ടോബർ ബുധനാഴ്ച ഇവിടെയാ വരിക. 1, 2. അപ്പൊ ഏത് തീയതിയാ? 1-ാം തീയതി. 1-ാം തീയതിയാണ്. 1-ാം തീയതി. ഓക്കെ. ബി ക്വസ്റ്റ്യൻ. On which date is Deepavali in the calendar? ദീപാവലി ഏത് ദിവസമാണ് വരിക? ദീപാവലി ഏത് ദിവസമാണ് വരിക? നമുക്കത് അറിയാവുന്നതാണ്, നമുക്ക് കണ്ടെത്തി എഴുതാൻ പറ്റുന്നതാണ്. ഒക്ടോബർ 20-ക്കാണ്. ഒക്ടോബർ 20. November 1 is Saturday. What day is November 9? November 1 Saturday ആണെങ്കിൽ November 9 ഏതായിരിക്കും? സൺഡേ, ഞായർ. ഞായർ. ഇത് നവംബർ ആണ്, ഒക്ടോബറിന്റെ കലണ്ടറാണ് നൽകിയിട്ടുള്ളത്, അത് ഓർമ്മിക്കണേ. നവംബർ 1 സാറ്റർഡേ ആണെങ്കിൽ നവംബർ 9 ഏത് ദിവസമായിരിക്കും? സൺഡേ, ഞായറാണ്. ഡി ക്വസ്റ്റ്യൻ. ഡിസംബർ 1 ഈസ് മൺഡേ. ഹൗ മെനി മൺഡേസ് ആർ ദെയർ ഇൻ ദ മന്ത് ഓഫ് ഡിസംബർ? ഡിസംബർ 1 തിങ്കളാണ്. എന്നാൽ ഡിസംബർ മാസം എത്ര തിങ്കളാഴ്ചകൾ ഉണ്ടാവും? 5. 1-ാം തീയതി മൺഡേ ആണെങ്കിൽ 5 തിങ്കളാഴ്ചകളാണ് ഡിസംബർ മാസത്ത് ഉണ്ടാവുക. Put a tick mark on the correct answer given below.
How many days are there from Deepavali to the last date of October? ദീപാവലി ദിവസം മുതൽ ഒക്ടോബർ ലാസ്റ്റ് വരെ എത്ര ദിവസമുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ വരിക 12 ദിവസം. 12 ദിവസം ഇതാണ്. ഓക്കെ, സി 12 ദിവസം. സി ആണ് ശരി ഉത്തരം. 12 ദിവസമാണ് ഉള്ളത് കേട്ടോ. ദീപാവലി മുതൽ ഒക്ടോബർ അവസാനം വരെ എത്ര ദിവസം ഉള്ളത്? 12 ദിവസം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബീഡ്സ് ആണ്, മുത്തുകളാണ്. How many beads are needed to give 36 beads each to 4 people? 36 മുത്ത് വീതം 4 പേർക്ക് കൊടുക്കാൻ ആകെ എത്ര മുത്തുകൾ വേണം? 36 വീതം കൊടുക്കണം. ഇവിടെ 36 ഉണ്ട്, ഇവിടെ 36 ഉണ്ട്. 36 എന്ന് ഉത്തരം കിട്ടുന്നത് വേറെ ഏതൊക്കെയാണ്? നമുക്ക് എങ്ങനെയൊക്കെ 36 ആക്കാം? വേറെ ഏതൊക്കെ രീതിയിൽ 36 ആക്കാം? സോറി, ഇവിടെയാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇവിടെയാണ്. എ ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ടീച്ചർ പറയാൻ പോയി, സോറി. ഹൗ മെനി ബീഡ്സ് ആർ നീഡഡ് ടു ഗീവ് 36 ബീഡ്സ് ഈച്ച് ടു 4 പീപ്പിൾ? 4 പേർക്ക് 36 മുത്തുകൾ വീതം കൊടുത്താൽ എത്ര മുത്തുകളാണുള്ളത്? 4 പേർക്ക് 36 മുത്ത് വീതം കൊടുത്താൽ ടോട്ടൽ 144, 144. ഇനി ബി ക്വസ്റ്റ്യൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. എങ്ങനെ നമുക്ക് ഫിനിഷ് ചെയ്യാം? വളരെ എളുപ്പമാണ്. 36 മുത്തുകൾ അനുവും ബിനുവും കൂട്ടങ്ങളാക്കിയത് 3ന്റെ കൂട്ടം, 3ന്റെ 12 കൂട്ടം, 2ന്റെ 18 കൂട്ടം. അതുപോലെ മാതൃക പോലെ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി എഴുതണം. ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഉണ്ടാക്കണം. 36 4 into 9 36 ആണ്. അത് ഓരോരുത്തർ ഓരോന്നായിരിക്കും ഇവിടെ എഴുതിയിട്ടുള്ളത്. 6 into 6 36 ആണ്. സി ക്വസ്റ്റ്യൻ 9 into 8 is equal to 72. Put a tick mark on the right answer related to 11 into 8. 9 into 8 എന്ന് പറയുന്നത് 72 ആണ്. എന്നാൽ 11 into 8 എന്ന് പറയുന്നതിന് കിട്ടുന്ന ഉത്തരം ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഇതിന്റെ ആൻസർ വരിക സി ആണ്. 8 added twice to 72, 72. 72നോട് 2 തവണ 8 കൂട്ടിയ സംഖ്യ. 72നോട് 2 തവണ 8 കൂട്ടണം. 72നോട് 2 തവണ 8 കൂട്ടുമ്പോൾ 16 അല്ലേ? 2 തവണ 8. 6ഉം 2ഉം എത്രയാ? 8. 7 into 1 8, 88. 11 into 8 88. ഓക്കെ, അപ്പൊ ഇതാണ് ശരി. 8 added twice, 2 പ്രാവശ്യം 72നോട് 8 കൂട്ടണം. 2 പ്രാവശ്യം കൂട്ടുക എന്ന് പറഞ്ഞാൽ 16 കൂട്ടുക. 72നോട് 16 കൂട്ടുമ്പോൾ 88. ഇതാണ് ഉത്തരം. സി ആണ് ഉത്തരം. ഡി ക്വസ്റ്റ്യൻ if you multiply a number by 7 you get 140. What will you get if you multiply the number next to the number by 7? ഒരു സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ചാൽ 140 കിട്ടും. ഏതോ ഒരു സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ചാൽ 140 കിട്ടും. ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും എന്നാണ് ചോദിക്കുന്നത്. ഒരു സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ചാൽ 140 കിട്ടും. തൊട്ടടുത്ത സംഖ്യ 7 കൊണ്ട് ഗുണിച്ചാൽ 7 കൂട്ടിയാ പോരെ? 147. ഓക്കെ, ഏതൊരു സംഖ്യയായാലും 7 കൂടിയല്ലേ പോവാ. അപ്പൊ 140 ആയി. വീണ്ടും അടുത്ത സംഖ്യ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ 7 കൂട്ടിയാൽ മതി. 147. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5B നോക്കാം. 5B സയൻസ് ഫെസ്റ്റ്, ശാസ്ത്ര ഉത്സവമാണ്. See the number of students who participated in various fairs at the school science fest. Item maths fair 23. സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണമാണ്. ഗണിതമേളയ്ക്ക് 23 പേർ പങ്കെടുത്തു. വർക്ക് എക്സ്പീരിയൻസ് ഫെയർ പ്രവൃത്തി പരിചയമേളയ്ക്ക് 30 പേര് പങ്കെടുത്തു. സോഷ്യൽ സയൻസ് ഫെയർ സാമൂഹ്യ ശാസ്ത്രമേളയ്ക്ക് 22 പേർ പങ്കെടുത്തു. സയൻസ് ഫെയർ ശാസ്ത്രമേളയ്ക്ക് 25 പേര് പങ്കെടുത്തു. All the students who participated in science fest were given badges. Each badge cost us 6. ശാസ്ത്രോത്സവത്തിന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ബാഡ്ജ് കൊടുത്തു. അപ്പോൾ ഒരു ബാഡ്ജിന് 6 രൂപയാണ് ചെലവായത്.
How much did it cost to provide badges to the students who participated in work experience fair? എന്നാൽ പ്രവൃത്തി പരിചയ മേളയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ബാഡ്ജ് നൽകാൻ ചെലവായ തുക. പ്രവൃത്തി പരിചയ മേളയിൽ പങ്കെടുത്തത് 30 പേരാണ്. ഒരു ബാഡ്ജിന് 6 രൂപയാണ്. അപ്പോൾ 30 into 6 180 ആണ് ഉത്തരം. ബി ക്വസ്റ്റ്യൻ. Notebooks were given as gifts to all the participants of the science fest. One notebook cost 20 rupees. Find the total cost. നമ്മുടെ ഈ മേളയ്ക്ക് പങ്കെടുത്ത ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നോട്ട്ബുക്ക് കൊടുത്തു ഗിഫ്റ്റ് ആയിട്ട്. ഒരു നോട്ട്ബുക്കിന് 20 രൂപ. എന്നാൽ ആകെ എത്ര രൂപ ചെലവായി എന്നാണ് ചോദിക്കുന്നത്. ആൻസർ എത്രയാ? എത്ര കുട്ടികളുണ്ട്? ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 20 20 30 20 100 കുട്ടികളുണ്ട്. 100 കുട്ടികളുണ്ട്. ഒരു ബുക്കിന് 20 രൂപ. അപ്പോൾ ടോട്ടൽ 2000 രൂപ. 100 കുട്ടികളാണുള്ളത്. ഒരു കുട്ടിക്ക് 20 രൂപയുടെ ബുക്ക് വീതം. അപ്പോൾ 100 കുട്ടികൾക്ക് 20 രൂപയുടെ ബുക്ക് വീതം കൊടുക്കുമ്പോൾ 2000 രൂപ. അടുത്ത മൂന്നാമത്തെ നോക്കാം. സി ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ പാറ്റേൺ. 1000 2000 4000 ഇരട്ടിയാവുന്നു. 1000 2000 ആയി, 2000 4000 ആയി, 4000 അപ്പോൾ എത്രയാകും? 8000 8000 ഡബിൾ ആവുന്നു. 8000 16000 ആവും. 10 into 9 is equal to 90. 10 into 9 എന്ന് പറയുന്നത് 90 ആണ്. മാർക്ക് ഓൺ ദ കറക്റ്റ് ആൻസർ റിലേറ്റഡ് ടു 13 into 9. 13 into 9 തുല്യമായ സംഖ്യ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. 13 into 9 117 കിട്ടണം. അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ്? ബി ആണ് ശരിയായ ഉത്തരം. 90യോട് 3 പ്രാവശ്യം 9 കൂട്ടണമെന്നാണ് പറയുന്നത്. 9 + 9 + 9 എന്ന് പറയുന്നത് 27. 90യോട് 27 കൂട്ടുമ്പോൾ 7. 9 + 2 11. സെയിം ആണല്ലോ ആൻസർ. ശരി ഉത്തരം ബി ആണ്. ഓക്കെ. 9 added 3 times to 90. 90നോട് 3 പ്രാവശ്യം 9 കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് 13 into 9 കിട്ടുന്ന ഉത്തരം. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.